dare to have a re-release of 51 cuts TP Chandrasekharan. Left, right, left. Left, right, left. Please sit down. Please. Not. Through I you, will not allow sir. you. Please sit down. Listening. Through you, sir. Please speak. Two films. आप बोलिए. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have... What is wrong? What is wrong? What is wrong with the language? दूंगा बात. ഈ സംഭവം കണ്ടിട്ട് ഭയങ്കര മാസാണ്. സുരേഷ് ഗോപി രാജ്യസഭയിൽ കത്തി തിളങ്ങി, സുരേഷ് ഗോപി വായടപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പരിപാടികൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, അതുപോലെ 51 വെട്ട്, TP ചന്ദ്രശേഖരൻ, ഈ സിനിമകളൊക്കെ ഇപ്പോൾ എമ്പുരാൻ ഇറങ്ങിയതുപോലെ ഇറങ്ങിയ സമയത്ത് ഇത്രയും വലിയ വിവാദങ്ങളോ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളോ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തിയേറ്ററിൽ ഇറങ്ങിയിട്ടുള്ള പടങ്ങളാണ്. ഞാൻ തിയേറ്ററിൽ നിന്നല്ല കണ്ടിട്ടുള്ള, ടി വിയിൽ വന്നിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ 51 വെട്ട് TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം, അങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്ന് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ പറയുന്ന സമയത്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമ വിവാദമായിട്ടുണ്ടാവും, അതിനെപ്പറ്റിയുള്ള ചർച്ചയും നടന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ എമ്പുരാനെതിരെ BJPയുടെയും സംഘപ്രവർത്തകരൊക്കെ നടത്തുന്ന ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള കടന്നാക്രമണമോ അതിൻ്റെ പ്രവർത്തകരെ ദ്രോഹിക്കുന്ന പരിപാടിയോ ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഒരിക്കൽ റിലീസായി ആളുകൾ കണ്ട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയും കൂടി ഈ സാധനം ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റൊക്കെ സൂര്യ TV ഇടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴും ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ യൂട്യൂബിൽ കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഗട്ട്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ ലോജിക്ക് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുരേഷ് ഗോപി ഇലക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ എപ്പോഴും മമ്മൂട്ടിയെ പറ്റി ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ആ സുരേഷ് ഗോപി ഇതുപോലൊരു ചർച്ച നടക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഒരു കാര്യവും കൂടാതെ കൈരളിയുടെ ചെയർമാൻ എന്നും പറഞ്ഞ് മമ്മൂക്കേനെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചഴക്കാൻ കാണിച്ച സുരേഷ് ഗോപിയുടെ ഉള്ളിലെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ആ വർഗീയവാദിയുടെ മനസ്സ് നമ്മളാരും കാണാതെ പോരുത്. ഇലക്ഷൻ്റെ സമയത്തൊക്കെ മമ്മൂക്കയോടുള്ള സുരേഷ് ഗോപിയുടെ സ്നേഹവും ബഹുമാനമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അതല്ലെങ്കിൽ തന്നെ ഓരോ ഇൻ്റർവ്യൂവിലൊക്കെ മമ്മൂക്കയെ പറ്റി പറയുമ്പോൾ ഉള്ള ആ ഒരു കൂരിത്തെരിപ്പൊക്കെ ഭയങ്കരമാണ്. പക്ഷേ ഇതുപോലെ അവസരങ്ങൾ വരുമ്പോൾ മമ്മൂക്ക ഒരു മുസ്ലിം നാമധാരിയാണ് അല്ലെങ്കിൽ മുസ്ലിം മത വിശ്വാസിയാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇതുപോലൊരു ചർച്ച നടക്കുന്ന സമയത്ത് ഒരാവശ്യമില്ലാതെ മമ്മൂക്കേനെ വലിച്ചഴച്ച് അതിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തൃശ്ശൂരുകാർക്ക് തെറ്റിയിട്ടില്ല. ഇതുപോലൊരു മാസ് സൂപ്പർ ഹീറോ ആയിട്ടുള്ള ആളെ തന്നെ തിരഞ്ഞെടുത്തതിന് എഗെയിൻ സല്യൂട്ട്.